എല്ലാവർക്കും നമസ്കാരം. ബ്രസീലിൻ്റെ പ്രശസ്തനായ ഫുട്ബോളർ റോബർട്ടോ കാർലോസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രീ കിക്ക് വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ ഇടംകാലിന് ഒരു പ്രത്യേക പവർ ഉണ്ടെന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അദ്ദേഹം വലിയ ഒരു ഫുട്ബോളറാണ്. എന്നാൽ ബ്രസീലിൻ്റെ ഈ റോബർട്ടോ കാർലോസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പ്രചരിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, മുസ്ലിമായി എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയാണ്. ഇതിനു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നു. അത് സത്യമായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഈ വാർത്ത പ്രചരിക്കുന്നത് 2026 ആഗസ്റ്റ് 17-18 തീയതികളിലാണ്. വാർത്ത ഇങ്ങനെയാണ്: തുർക്കി പാർലമെൻറ്റ് അംഗമായ അലി ഷാഹിൻ നടത്തിയ ഒരു പ്രസ്താവനയാണിത്. ബ്രസീലിലെ മുസ്ലിം സമൂഹത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി റോബർട്ടോ കാർലോസ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് തന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹം മുൻപോട്ട് വെക്കുന്ന അവകാശവാദം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോബർട്ടോ കാർലോസ് ഒരു വിവാഹം കൂടെ കഴിച്ചു. ഇദ്ദേഹം നിരവധി വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അവർ അഭിപ്രായപ്പെടുന്നു ഇദ്ദേഹം 7 കല്യാണങ്ങൾ കഴിച്ചു എന്നൊക്കെയാണ് അഭിപ്രായപ്പെടുന്നത്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല. എങ്കിലും പൊതുവെ ഈ സെലിബ്രിറ്റികൾക്കും ഫുട്ബോൾ താരങ്ങൾക്കും ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ നിരവധി കാമുകിമാരുണ്ട്. അങ്ങനെ അവർ പല ബന്ധങ്ങൾ ഇവർക്കുണ്ട്. ഇതൊക്കെ പൊതുവെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റോബർട്ടോ കാർലോസിന് എത്ര ഭാര്യമാരുണ്ട് എന്നൊന്നും കൃത്യമായ വിവരങ്ങളില്ല. 53 വയസ്സുള്ള റോബർട്ടോ കാർലോസ് ഈ അടുത്തിടെ ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. ഈ മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ഇദ്ദേഹം ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം മുസ്ലിം ആചാരപ്രകാരമൊക്കെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പല ആളുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് AI നിർമ്മിതമായ ഫോട്ടോകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം വിവാഹം കഴിച്ചത് സുഹൈല എറ്റാഹരി എന്ന ഒരു സ്ത്രീയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. അതൊരു മുസ്ലിം സ്ത്രീയാണ്. അവർ ഒരു മൊറോക്കൻ വംശജയാണ്. അവർ മൊറോക്കൻ ലെബനീസ് പാരമ്പര്യമുള്ള ഒരു ബിസിനസ് വുമണാണ്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ മേഖലയുമായി ഇവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ റോബർട്ടോ കാർലോസുമായി വിവാഹം നടന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റോബർട്ടോ കാർലോസ് തന്നെ സൗദിയിലെ ഒരു പത്രത്തിന് കൊടുത്ത ഒരു ബൈറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായി എന്നുള്ള വാർത്ത അദ്ദേഹം നിഷേധിക്കുകയാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോട് പരമമായ ബഹുമാനമാണുള്ളത്. എൻ്റെ ഭാര്യ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കാണുന്നത് വളരെ മനോഹരമാണ്. എന്നാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത പ്രചരിക്കുന്നത് സത്യമല്ല. അപ്പോൾ റോബർട്ടോ കാർലോസ് ഇപ്പോഴും ഒരു കത്തോലിക്ക വിശ്വാസിയായി തന്നെയാണ് തുടരുന്നത്. എന്നാൽ മുസ്ലിം പ്രൊഫൈലുകളിൽ റോബർട്ടോ കാർലോസ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വ്യാജമായി പ്രചരിക്കുകയാണ്. ചിലർ അതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ മഹത്വമാണ്, ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകൾ വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വാർത്ത വന്നു, അതും തെറ്റാണ്. ഇതൊക്കെ ഇവരുടെ ഒരു വലിയ ടാർഗറ്റാണ്. സംഘടിതമായി മറ്റ് മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവം ഈ തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ളവർ നടത്തുന്ന ബോധപൂർവമായ ചില പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം
ക്രൈസ്തവരോടും യഹൂദന്മാരോടും ഇവർക്ക് വലിയ വിരോധമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യഹൂദൻ്റെ മതഗ്രന്ഥവും ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ ബൈബിളും ഇത് രണ്ടും കോപ്പി അടിച്ച് അല്ലെങ്കിൽ പകർത്തി എഴുതിയാണ് ഇവരുടെ ഗ്രന്ഥം ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനമായ യഹൂദൻ്റെ തോറായും ന്യായപ്രമാണങ്ങളും അതോടൊപ്പം തന്നെ ക്രൈസ്തവരുടെ ബൈബിളും നശിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ടാർഗറ്റാണ്. മറ്റു മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് പൊതുവെ ഇവർക്ക് ഒരു വലിയൊരു ഹോബിയാണ് ഇവരുടെ. അതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന, പ്രശസ്തരായി നിൽക്കുന്ന ആളുകളെ ഇവർ വളരെ ബോധപൂർവം അവഹേളിക്കുന്ന ഒരു ചില സമീപനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും അധികം വളരുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിരീശ്വരവാദമാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം എക്സ് മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട്, എക്സ് ക്രിസ്ത്യൻസും ഒരുപാട് പേരുണ്ട്. കാരണം ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മുസ്ലിം മതത്തിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ നിരീശ്വരവാദികളായിട്ട് മാറുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ മാറുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. അതിന് ഉദാഹരണമാണ് ഈ ആരിഫ് ഹുസൈന്, ജാമിദ ടീച്ചർ, ഇങ്ങനെ ഒരുപാട് പേര്. ഞാൻ തന്നെ മുസ്ലിം മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച നിരവധി സുവിശേഷ പ്രവർത്തകരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മതത്തിൽ നടക്കുന്ന ക്രൂരതയും പീഡനവും അതോടൊപ്പം തന്നെ മതതീവ്രവാദവും അതുപോലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലായ്മയൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ബോധപൂർവമായ ഇവരുടെ ഇടപെടലും അത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. സ്വന്തം മതത്തിന് നിലനിൽപ്പില്ല, സ്വന്തം ദൈവിക സങ്കല്പത്തിന് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ ഇവർ മറ്റുള്ളവരെ അവഹേളിക്കാനും മറ്റുള്ളവരെ പരിഹസിക്കാനും മുമ്പോട്ട് വരും എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. പിന്നെ ഒരു കാര്യത്തിൽ ഇവർക്ക് നല്ല കൂട്ടായ്മയുണ്ട്. ഇവരെക്കുറിച്ചൊരു വാർത്ത എവിടെയെങ്കിലും ഇവർ കേട്ടാൽ അത് തെരഞ്ഞു പിടിച്ച് അവരത് റിപ്പോർട്ട് ചെയ്യും, വാർത്ത ചെയ്യും. അത് ഇവരുടെ ആളുകൾ തന്നെ അത് 5000, 10000, 50000 ഗ്രൂപ്പുകളിലേക്ക് ഇവർ ഷെയർ ചെയ്ത് വിടും. ഇങ്ങനെ ഷെയർ ചെയ്ത് വിടുമ്പോൾ, തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്ത് വിടുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. മറ്റുള്ള മതത്തെ കളിയാക്കിക്കൊണ്ട് മറ്റുള്ള മതത്തെ പരിഹസിക്കുകയും മറ്റുള്ള ദേവീദേവന്മാരെ മതത്തിൽപ്പെട്ട ദേവീദേവന്മാരെയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നൊരു മാനസിക സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇവർ കൂടുതൽ ചെയ്യുന്നത്. ഇവർക്ക് ഏറ്റവും എതിർപ്പുള്ള നിരവധി വ്യക്തികളുണ്ട്. അതിൽ ഒന്ന് യേശുവിൻ്റെ അമ്മയായ കന്യകാമറിയത്തെയാണ്, 2 യേശു ക്രിസ്തുവിനെയാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവർക്ക് വളരെ വെറുപ്പും പകയുമാണ്. എവിടെ അവസരം കിട്ടിയാലും ഈ പറയുന്ന ആളുകളെയൊക്കെ ഇകഴ്ത്തി കാണിക്കുവാൻ ഇവരുടെ യൂട്യൂബർമാരും ഇവരുടെ ഉസ്താദുമാരും വളരെ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ നിരവധി പ്രൊഫൈൽ കാണുകയും ഇവരുടെ വീഡിയോകൾ വാച്ച് ചെയ്യുകയും ചെയ്തിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഒരു പൈശാചികതയാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ റോബർട്ടോ കാർലോസ് ക്രിസ്തീയ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള ഈ വ്യാജ പ്രചരണം നടത്തുമ്പോൾ അവരിൽ കാണുന്നത് ഒരു പൈശാചികതയാണ് കാണുന്നത്. കാരണം മറ്റുള്ളവരെ കളിയാക്കാനും ഇകഴ്ത്തി കാണിക്കുവാനും ഇവർ മുൻപന്തിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, ഇങ്ങനെ ഇനിയും ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വളരെ വ്യാജ പ്രചരണങ്ങൾ ഇവർ നടത്താനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഴിഞ്ഞു, അത് അദ്ദേഹം തന്നെ നിഷേധിച്ചു. ഇപ്പോൾ റോബർട്ടോ കാർലോസ് വരുന്നു, ഇനി മെസ്സി സ്വീകരിച്ചെന്ന് പറഞ്ഞു വരും, ഇനി നമ്മുടെ ഇന്ത്യയിലെ പല ക്രിക്കറ്റർമാരും സ്വീകരിച്ചെന്ന് പറഞ്ഞു വരും. പിന്നെ ഇങ്ങനെ വീരേന്ദ്ര സേവാങ് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നു. എന്തെല്ലാം വാർത്തകളാണ് ഇവർ പുറത്തു വരുന്നത്. എങ്ങനെയെങ്കിലും ഇവർക്ക് മറ്റുള്ളവരെയും മറ്റു മതങ്ങളെയും പരിഹസിക്കണം, ഇകഴ്ത്തി കാണിക്കണം. അതിന് എന്ത് വൃത്തികേടും കാണിക്കാൻ ഇവർ തയ്യാറാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ തിരിച്ചറിയുക, ഇവരുടെ ഉള്ളിലെ കാപട്യം തിരിച്ചറിയുക.
ഇവരൊക്കെ എത്രമാത്രം വ്യാജമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതും എത്ര വ്യാജമായിട്ടാണ് പച്ച നുണകൾ പറയുന്നതെന്നും യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്ത വാർത്തകൾ മുഖത്തു നോക്കി കല്ല് വെച്ച് നുണ പറയാൻ ഇവരെ കഴിഞ്ഞിട്ടേ മറ്റാളുകളുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഈ റോബർട്ടോ കാർലോസ് ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരിയാണ്. അത് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ റോബർട്ടോ കാർലോസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തൻ്റെ വാക്കുകളിൽ തന്നെ ഇത് പുറത്തു വരികയാണ്. അപ്പോൾ ഇവർ പടച്ചുവിടുന്ന ഈ നുണകൾ, ഈ വാർത്തകൾ പച്ച നുണയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവും ഇവർക്ക് വേണ്ടേ? ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള പച്ച കള്ളങ്ങൾ പടച്ചുവിടാൻ ഇവർ വളരെ ഉത്സാഹിതരാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ളന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് സത്യസന്ധമായി ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിൻ്റെ സത്യത അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സമൂഹത്തിലെത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ വരുന്ന നാളുകളിൽ നമ്മളെയൊക്കെ വിഴുങ്ങും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായി ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെയും ഇവരുടെ ഇതുപോലെയുള്ള ഈ പച്ചക്കള്ളങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ആളുകൾ രംഗത്ത് വരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.